സംവിധാനം ചെയ്ത 2 ചിത്രങ്ങളും 50 കോടി ക്ലബിൽ എത്തിക്കാൻ സാധിച്ച സംവിധായകനാണ് ജീത്തു മാധവൻ. 2023 പുറത്തിറങ്ങിയ രോമാഞ്ചമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. സൗബിൻ ഷാഹിർ, അർജുൻ അശോകൻ, സജിൻ ഗോപു, സിജു സണ്ണി, അബിൻ ബിനോ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത്. 2023 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാളം സിനിമകളിൽ ഒന്നായിരുന്നു രോമാഞ്ചം. ബംഗളൂരുവിലെ 7 സുഹൃത്തുക്കളുടെ കഥയായിരുന്നു ഈ ഹൊറർ കോമഡി ചിത്രത്തിലൂടെ ജീത്തു മാധവൻ പറഞ്ഞത്. അടുത്ത ഭാഗത്തിനുള്ള സൂചന നൽകി അവസാനിച്ച ചിത്രത്തിൻ്റെ 2ാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികൾ. തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായി വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രോമാഞ്ചത്തിൻ്റെ 2ാം ഭാഗത്തെക്കുറിച്ച് പറയുകയാണ് ജീത്തു. 2ാം ഭാഗത്തിലുള്ള ചെറിയ ഐഡിയ മനസ്സിലുണ്ടെന്നും എന്നാൽ അത് എങ്ങനെ എഴുതണമെന്ന് ഇപ്പോൾ അറിയില്ലെന്നും സംവിധായകൻ പറയുന്നു. രോമാഞ്ചത്തിന് 2ാം ഭാഗം ഉറപ്പായിട്ടുമുണ്ടാകും, പക്ഷേ എപ്പോഴാണെന്ന് അറിയില്ല. കഥയുടെ ഒരു ചെറിയ ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ ഐഡിയ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതിനെ നല്ലൊരു സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിലേക്ക് മാറ്റണമല്ലോ. അതിനേതായാലും നല്ല സമയമെടുക്കും. ഈ സിനിമ സമയമെടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. വെറുതെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും രോമാഞ്ചത്തിന് 2ാം ഭാഗം വേണം. അത് എപ്പോൾ വരുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. സെക്കൻഡ് പാർട്ട് ഇതിനേക്കാൾ മേലെ നിൽക്കുന്ന ഒന്നാവണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. സമയമാവുമ്പോൾ എല്ലാം നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്, ജീത്തു മാധവൻ പറഞ്ഞു. ജീത്തുവിൻ്റെ 2ാമത്തെ ചിത്രമാണ് ആവേശം. വിഷു റിലീസായി എത്തിയ ചിത്രം 6 ദിവസം കൊണ്ട് 50 കോടി കളക്ഷനാണ് നേടിയത്. ഫഹദ് ഫാസിൽ നായകനായ ചിത്രം തിയേറ്ററിൽ മികച്ച പ്രതികരണമാണ് നേടുന്നത്.